മതിയോ ഉള്ളി? അത് മതി മോളെ, കാരണം ഗാർണിഷിങ്ങിനും കൂടി അല്ലേ വേണ്ട, ബാക്കിയെല്ലാം അരിഞ്ഞു വെച്ചു. അത് ഇത്രയും ചെയ്തിട്ടുണ്ട്. തക്കാളി ഇനി വേണോ? തക്കാളി അത് വേണ്ട. ഓക്കെ. ഒരുപാട് മസാല ഇഷ്ടമാണോ അതോ ഒരുപാട് സ്പൈസി ആവണ്ട, അത് കുറച്ച് എരിവ് കുറച്ചാ നല്ലതായിരിക്കും. ആണോ? ആക്ച്വലി പ്രോൺസ് എനിക്ക് അലർജിക് ആണ്, പക്ഷെ എന്റെ മോന് ഭയങ്കര ഇഷ്ടമാണ്. ഈസ്റ്ററിന് നമ്മളെ മറ്റുള്ളവരുടെ ഹാപ്പിനെസ് എല്ലാം തീർച്ചയായിട്ടും പ്രോൺസ് ഷാലോ ഫ്രൈ അതുകൊണ്ടാണല്ലോ ഞാൻ ചേച്ചിനെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എല്ലാരും വിചാരിക്കും എന്താ ഇവരെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കും, പക്ഷെ നല്ല കുക്കാണ്, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും. കഴിച്ചിട്ട് പറയണം. ഇതിപ്പോ എന്നാ ഉണ്ടാക്കുന്നത് ഏകദേശം? ഇതിപ്പോ ആക്ച്വലി നമ്മൾ ഉണ്ടാക്കുന്ന ഗ്രിൽ ടൈഗർ പ്രോൺസ് ആണ്. അതിന്റെ കൂടെ കോമ്പിനേഷൻ പെയർ ചെയ്തേക്കുന്നത് നമ്മുടെ കല്ലപ്പം ഇല്ലേ, പണ്ടൊക്കെ നമ്മൾ കള്ളൊഴിച്ചിട്ടുണ്ടാക്കുമായിരുന്നു. കുറച്ച് ജീരകം, നമ്മള് പാലപ്പത്തിലെ ജീരകം അരക്കത്തില്ല, പക്ഷെ ഇതില് ജീരകം ചെറിയ ഭാഗത്ത് ചെറുള്ളി അരക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് അത് മാത്രല്ല, ഇത് നമ്മൾ പാലപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, തന്നെയല്ല നമ്മൾ മുട്ടയും പൊട്ടി കഴിക്കുന്നുണ്ട്. അടിപൊളി. അപ്പൊ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോ ആക്ച്വലി ഇത് ഞാൻ ഷാലോ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മസാലയും കൂടെ അപ്പൊ എന്നാ ഇട്ടു ഞാൻ ഇട്ടുതരാം. ആദ്യം നമുക്ക് ഗാർലിക് ഇടാം. ഗാർലിക്, ജിഞ്ചർ. നന്നായിട്ട് കുക്ക് ചെയ്യും. പക്ഷെ നന്നായിട്ട് കുക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ഫ്രണ്ടില്, ഫോണും നോക്കിക്കൊണ്ട് റീൽസ് കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഗസ്റ്റ് ആണ് ഫുൾ കുക്ക് ചെയ്യുന്നത്. അതെ. അപ്പൊ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്, വരുന്നുണ്ട്. അതെടുക്കാറായെന്ന് തോന്നുന്നു. നമുക്ക് തുടങ്ങിയാലോ? പിന്നെന്താ, തുടങ്ങാലോ. എല്ലാ സൂര്യ TV പ്രേക്ഷകർക്കും ഇത് നമ്മുടെ ഈസ്റ്ററിലേക്ക് സ്വാഗതം. റേജിൻ എവിടെ? അയ്യോ, ഞാൻ ആ റേജിൻ ചേട്ടൻ ഇതെല്ലാം ഏൽപ്പിച്ചത് ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. തക്കാളി അരിയണം, ഉള്ളി അരിയണം, ഇഞ്ചി അരിയണം, ഇതിന് എല്ലാത്തിനും കൂടെ വേണ്ടിയാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത്. അവിടെ എങ്ങാനും ഉണ്ടാവും, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരട്ടെ. മുങ്ങാനുള്ള പ്ലാൻ ആണോ? അങ്ങനെയുള്ള പരിപാടിയല്ല, ഞാൻ പെട്ടെന്ന് വരാൻ കൂട്ടിക്കൊണ്ട്. ഓക്കെ. ഹലോ, ഇതെന്താ ഇവിടെ ഇരിക്കുന്നേ? ഞാൻ ചുമ്മാ അങ്ങനെ റീൽസ് നോക്കിക്കൊണ്ടിരിക്കാണ്. ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേക്ക്. അവിടെ ഉള്ളി അരിയാനും ചെറിയ ഉള്ളി അരിയാനും തക്കാളി അരിയാനും ഒക്കെ അല്ലേ സെറ്റ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വരുത്തിച്ചേ. എന്നെ ഹെൽപ്പ് ചെയ്തേ. ഇതൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് വരാം. അത് പിന്നെ കാണാം. അതവിടെ വെച്ചിട്ട് വന്ന് റീഞ്ഞേട്ടാ. ഞാൻ ഇതൊന്ന് കണ്ടു കഴിഞ്ഞിട്ട് പോരെ, വന്ന് ഒത്തിരി ജോലിയുള്ളത്. വാ വന്നേ. ഞാൻ ഇതൊന്ന് പോരെ, ഇങ്ങോട്ട് വരാൻ. ആരോ വന്നെങ്കിലേ നമുക്ക് രണ്ടുപേർ കൂടി നോക്കാം. ഇങ്ങോട്ട് വന്നേ, അതവിടെ വെക്കി. ഇങ്ങോട്ട് വാ. അതെ, ഗസ്റ്റ് ഉണ്ട്. എല്ലാം റെഡിയായി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത്ര പെട്ടെന്നോ? പിന്നെ ഞാൻ വളരെ ഫാസ്റ്റ് അല്ലേ. ഞങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണോ? നമുക്ക് ഡിന്നർ ടൈമിൽ കഴിച്ചാ പോരെ? അറ്റ്ലീസ്റ്റ് ഇവർക്കെങ്കിലും ഗസ്റ്റ് ആയിട്ട് വന്നല്ലേ. എല്ലാവർക്കും ഡിന്നർ ടൈമില് എന്റെ സ്പെഷ്യൽ ഗ്രിൽഡ് ടൈഗർ പ്രോൺസ് മസാല, പാലപ്പം, മുട്ട പൊട്ടി ചോദിച്ചത് സ്പെഷ്യൽ. അടിപൊളി. ഓക്കെ, മതി. എങ്ങനെയുണ്ട്? അതെ, ഇങ്ങനെ ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതിയാ, നമുക്ക് അപ്പുറത്ത് പോയി ബാക്കി കാര്യങ്ങളിലേക്ക്. ശരി. നിങ്ങൾ അല്ല, ഇതെന്താ? ഇത് റേജൻ ചേട്ടന്റെ ഐഡിയ ആണോ അതോ സ്റ്റെഫി ചേച്ചിയുടെ ഐഡിയ ആണോ? എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ടര അടിച്ച് കിടക്കുന്നത് മാത്രം എന്റെ ഐഡിയ ഉണ്ടായിരുന്നു. എല്ലാം വെള്ളയാണ്. അതെ. അപ്പൊ ഞാനും ഇപ്രാവശ്യം വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും കൂടെ ഈസ്റ്റർ അങ്ങ് ആഘോഷിക്കാന്ന്. അപ്പൊ അതിന് ചുമ്മാ ഒന്ന് പറഞ്ഞപ്പോഴത്തേന് ഇങ്ങോട്ട് സജഷൻ വന്നു, നീ എന്താന്ന് വെച്ചാ ചെയ്തു. അപ്പൊ പിന്നെ അങ്ങ് തുടങ്ങി. ഇത് നമ്മുടെ ഈസ്റ്റർ. ഞാൻ വന്നു. ഹലോ, ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. എന്താ വൈകി? ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഭയങ്കര ബ്ലോക്കായിരുന്നു. കുറച്ച് ലേറ്റ് ആയി പോയല്ലേ? ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടങ്ങിയുള്ളൂ. തുടങ്ങിയ പരിപാടി. ഒരു വിശേഷം പറച്ചിലൊക്കെ പറഞ്ഞു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? സുഖം. അവിടെ എല്ലാവർക്കും സുഖം. അല്ല, ഇതെന്താ ഈ മുട്ട ഇങ്ങനെ വെച്ചേക്കുന്നത്? ഈ രണ്ട് സൈഡിലും ഓരോരോ മുട്ട പോലെ. അതും ഇവളുടെ ഒരു ഗെയിം പ്ലാൻ ആണ്. ഇത് എന്റെ ഗെയിം പ്ലാൻ ആണ്. അത് റേജിന് ഇടയ്ക്ക് ഞാൻ കഴിക്കാൻ വേണ്ടിട്ടേ ജിമ്മിന് പോകാറുണ്ട്. അപ്പൊ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചങ്ങ് പുഴുങ്ങി വെച്ചു.
എപ്പോ തോന്നിയാലും കഴിക്കാന്നാ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വർക്കൗട്ട് ചെയ്തത് അത് സെറ്റ് ആവണ്ടേ. അല്ല മുട്ട ഓക്കെ ചേച്ചി, പക്ഷെ ഇതെന്താ ബ്രഷ് ഒക്കെ? അത് നമുക്ക് ചെറുതായിട്ട് കുറച്ച് കലാപരിപാടികൾ, കുറച്ച് ഫണ്ണി ഗെയിംസ് ഒക്കെ വെച്ച് അങ്ങ് പോവാം. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വഴിയെ വഴിയെ നമുക്ക് ഓരോന്ന് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഈസ്റ്റർ എഗ്സ് ഒക്കെ കുറെ ഉണ്ട്. നമ്മൾ എന്തിനാണ് ഈ ഈസ്റ്ററിലെ എഗ് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് വെക്കുന്നതെന്ന് അറിയാമോ? അത് ഞാൻ ശരിക്കും ആൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. കാരണം അങ്ങോട്ട് ചോദിച്ചിട്ട്, കാരണം നാണക്കേടാണ്. തീർച്ചയായിട്ടും നിറച്ച് എഗ് വെച്ചിട്ടുണ്ട്. എന്തിനാ എഗ് വെക്കുന്നത്? ആക്ച്വലി നമ്മുടെ ഈശോ മരിച്ചതിന് ശേഷം ഈശോ ഉയർത്തെഴുന്നേറ്റു. അപ്പൊ അത് റീബർത്ത് ആണ്. അപ്പൊ ആ റീബർത്തിന് ഒരു മുട്ടയിൽ നിന്ന് ഒരു പുതിയ ജീവൻ. അപ്പൊ ആ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഗ്സ് നിറച്ച്, അതായത് ഹാപ്പിനെസ് ഓഫ് റീബർത്ത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഈസ്റ്റർ എഗ് പെയിന്റ് ഒക്കെ ചെയ്ത് നമ്മൾ വെക്കുന്നത്. പിന്നെ അതിനെ കുറച്ച് നമ്മൾ സ്വീറ്റ് ഒക്കെ ആയിട്ട്, അതിപ്പോ ചോക്ലേറ്റ്സ് ടോയ്സ് ഉണ്ട്, ഒരുപാട് കിട്ടും. അപ്പൊ കളർഫുൾ ആയിട്ട് നമ്മൾ ഹാപ്പിനെസ് വേണ്ടിയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. അല്ല ചേച്ചി, കിച്ചണിലേക്ക് സഹായിക്കാൻ റേഞ്ചറിനെ വിളിച്ചോണ്ട് പോകുന്നുള്ളതും ഇടയ്ക്കിടയ്ക്ക് പോവും. എന്താ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഡിന്നർ തരണം, അതുകൊണ്ട് ഒരു ഷെഫിനെ വെച്ചിട്ടുണ്ട്. സമാധാനമായി. അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല ഫുഡ് നമുക്ക് നൈറ്റ് കഴിക്കാം. വളരെ സന്തോഷം. മതി മതി മതി. അതെ, എന്നെ കുറ്റം പറഞ്ഞത്, എന്നെ കരുവാക്കിയതൊക്കെ മതി. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈസ്റ്റർ ആഘോഷിക്കണമെന്ന്? സെറ്റിലായാലും ശരി, വീട്ടിലായാലും ശരി. ഞാൻ നോർമലി വീട്ടിലാ, തറവാട്ടില്. പപ്പാടെ വീട്ടില് 10 മക്കളുണ്ട്. അപ്പൊ അവർക്ക് 3, 4 പിന്നെ അവരുടെ മക്കളും അങ്ങനെ ആയിട്ട് ഒരു വൻ ഗ്യാങ് ആണ്. അപ്പം നമ്മുടെ ക്രിസ്ത്യൻസിനാകുമ്പോഴത്തേക്ക് ഈ ചില ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളിലൊക്കെ ചെറുത്, അത് ലേഡീസ് ആണെങ്കിലും എല്ലാരും കഴിക്കും. ഞാൻ ഉദ്ദേശിച്ച നേരത്തെ വൈനാട്ടാ, നമ്മള് എല്ലാം കഴിക്കാം. അപ്പൊ നമുക്കിങ്ങനെ എല്ലാരും കൂടി ഒരുമിച്ച് കൂടി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നല്ല ആഘോഷമാണ്. അത് ഈസ്റ്റർ എന്ന് മാത്രമല്ല, ഇങ്ങനെ എല്ലാ ഓണോ അങ്ങനെ ക്രിസ്മസ് എന്ത് പ്രോഗ്രാം ആണെങ്കിലും അങ്ങനെയാണ്. ഇച്ചായന്റെ ഫാമിലി, ഇച്ചായൻ ബേസിക്കലി കോട്ടയംകാരനാണ്. അപ്പോൾ അവരുടെ ഫുഡും കാര്യങ്ങളും പറയണ്ടല്ലോ, അവർക്കെല്ലാം പ്രത്യേക രീതിയിലാണ്. അപ്പൊ അവിടെ ചെന്ന് കയറിയ നാൾ തുടങ്ങി ക്രിസ്ത്യൻ, ഞാനിപ്പോ ഹിന്ദു ആണെന്ന് ഞാൻ ഹിന്ദു അല്ല, ഞാൻ ക്രിസ്ത്യനാണ്. പള്ളിയിൽ പോകുന്നില്ല എന്നുള്ളൂ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ മമ്മി എപ്പോഴും കുരിശൊരിപ്പിക്കലും ഫുഡ് ഉണ്ടാക്കലും. അവര് എപ്പോഴും ബീഫ്, ചിക്കന്റെ ആൾക്കാരല്ല, ബീഫിന്റെ ആൾക്കാരാ. അപ്പൊ മമ്മിയുടെ കൂടെ ഇരുന്ന് കുക്ക് ചെയ്യും, ഫുഡ് കഴിക്കും. ഞാൻ പക്ക ക്രിസ്ത്യാനിയായി. എന്റെ ആണെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അച്ഛന്റെ വീട്ടിൽ എന്ന് പറഞ്ഞ പോലെ അമ്മയുടെ വീട്ടിലായിരിക്കും. അപ്പൊ കസിൻസ് എല്ലാരും ഉണ്ടാവും. ഓരോ എന്റെ ഇടുക്കി, ഞങ്ങള് എന്റെ ഇടുക്കി കട്ടപ്പനയാണ്. അപ്പോ നമ്മൾ ഓരോ ഏജ് ഗ്രൂപ്പ് ആയിട്ട് തിരിയും. അമ്മമാരെല്ലാം കിച്ചണിലായിരിക്കും, പിള്ളേരെല്ലാം കളിക്കായിരിക്കും. ഈ പറഞ്ഞ പോലെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഭയങ്കര രസമായിരിക്കും. ഭയങ്കര അത്രയും ദിവസം നമ്മള് ഈ നോയമ്പ് വെക്കാന്നുണ്ട്. 50 ദിവസം ഉണ്ട് നോയമ്പുണ്ട്. സ്റ്റെഫി പറയുന്നുണ്ടായിരുന്നു നോയമ്പ്. അത് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ഇത് കഴിഞ്ഞ് കുർബാനയും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ കഴിച്ചങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ ഈ 50 ദിവസത്തേക്കും കൂടെ ഉള്ളൂ ഒറ്റ ദിവസം കഴിക്കും. ഫുഡാണ് മെയിൻ ആയിട്ട്. അനന്തുവിന്റെ എന്റെ സ്കൂൾ ഫ്രണ്ട്സ് കുറച്ച് ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു സമയം എനിക്ക് വലിയ ഈസ്റ്റർ അങ്ങനെ ഭയങ്കര സെലിബ്രേഷൻ പോലെ ഒരു സാധനമൊന്നുമില്ല. മെയിനായിട്ട് ഫുഡ് കഴിക്കാൻ പോവാ, ഇതാണ് മെയിൻ പരിപാടി. സെറ്റിൽ വന്നതിന് ശേഷം ഇല്ല, ഞാൻ ഫസ്റ്റ് അതിനുശേഷം ഇപ്പൊ ആദ്യമായിട്ട് ഇതാണ് എനിക്ക് ഇനി എന്റെ ഈസ്റ്റർ സെലിബ്രേഷൻ. ഇത് ഞാൻ അടിച്ചു പൊളിക്കും. ഇന്നത്തെ ഇവിടത്തെ കാര്യമാണ് ഇപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ്. അതല്ലേ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കാണാതെ ഇരിക്കുന്നതേ ഉള്ളൂ. നമുക്കൊരു കളിയിലേക്ക് കടക്കാം. ഇവള് ഈ മുട്ടയൊക്കെ പറഞ്ഞില്ലേ, ഇതൊന്നും എനിക്ക് കഴിക്കാനല്ല. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എഗ് ഒക്കെ വെച്ചതുണ്ടോ, ഒരു 3 എഗ് നമ്മുടെ ക്രിയേറ്റിവിറ്റി ഫുള്ള് അതിന്റെ മണ്ടയിലോട്ട് മിനിമം വാരി വിതറാണ്. മിനിമം 3 എഗ് വേണം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് അതിനെ ഡിസൈൻ ചെയ്യാം. ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി ആർക്കാണെന്ന് നമുക്കിപ്പോ നോക്കാം. നിങ്ങൾക്ക് ബ്രഷ് ഉണ്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്, കളർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മള് ഹരി ബറിയിലല്ലേ ചെയ്യാ. അപ്പൊ ഇത് പൊട്ടിപ്പോകത്തില്ല, അത് പുഴുങ്ങിയ മുട്ടയാ. ആയുധം എടുക്കും മാമ. ഈ വെള്ളം എന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കുടിക്കാനുള്ള വെള്ളമാണ് ഇതോ? ഞാനിത് എന്തിനാ തുറക്കണത് എനിക്ക് പോലും അറിയത്തില്ല. ഇതേണ്ട അവള് വരച്ചു. ഇത് പണിയായോന്നോ എപ്പ ചോദിച്ചാ പോരെ. കർത്താവേ, ഇത് എന്നതാ ഇത്? ഈ സെയിം കളർ മതിയോ? ഫുള്ള് റെഡ് അടിക്കട്ടെ? കോപ്പി അടിക്കരുത്. ഇതെന്താ ചെയ്യും?
ഇവിടെ വെക്കാല്ലേ, ഒന്ന് എന്റെ കഴിഞ്ഞു, ഇത് മതി. അപ്പൊ എനിക്കും കൂടെ എടുത്തതാ. കുറച്ചുകൂടി കഴിഞ്ഞ് ഞാൻ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. എന്നാ വേഗം തുടങ്ങി. കൗണ്ട് ചെയ്ത് തുടങ്ങിയ പിന്നെ സ്പീഡ് ആക്കണേ. വരൂ. എന്റെ മുട്ടയും മുട്ട. ഈശ്വരാ, എന്റെ കൂടെ അത്ര മുട്ടയായി. 6 5 ത്രോ. ആ ഗ്രീൻ കൂടെ എടുത്തു തരും. ഇത് ഭയങ്കര വെറൈറ്റി കേട്ടോ. എന്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. ഏട്ടാ നീ ഉണ്ടാക്കിയതിനകത്ത് ഞാൻ അടിക്കണ്ട, ഞാനിത് വേറെ ലെവലില് ക്രിയേറ്റിവിറ്റി കളഞ്ഞു. ഞങ്ങള് കറക്റ്റ് സമയത്ത് ഞങ്ങൾ തീർത്തേ. നമ്മൾ ആദ്യമേ തീർത്തേ. ഇച്ചിരി നീക്കി വെച്ചാ കുഴപ്പമുണ്ടോ? പിന്നെ വെള്ളം ഡ്രസ്സിൽ പറ്റിയോടാ. പക്ഷെ നമ്മുടെ കളർ ഷെയ്ഡ് കോംബോ കൊള്ളാല്ലേ. അല്ല, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇപ്പൊ ആർക്ക് കൊടുക്കുന്നുള്ളത്. ഭാര്യ പറയരുത് കേട്ടാ. അതായത് സത്യത്തിൽ നോക്ക്, എന്റെ ഭാര്യ ചെയ്ത് കുറച്ച് നല്ല ക്രിയേറ്റീവ് ആയിട്ടല്ലേ. ചേട്ടന്റെ കണ്ണു പോകുന്നത് മൊത്തം സ്റ്റെഫി ചേച്ചി. അതിന് കാര്യമുണ്ട്. വൈറ്റ്, റെഡ്, ബ്ലൂ അങ്ങനെ ആരെങ്കിലും ചെയ്തു. ആ വൈറ്റ് ചെയ്താണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. പെയിന്റ് അടിക്കാൻ ഇത് വേറൊന്നുമല്ല, അതൊരു ക്രിയേറ്റിവിറ്റി അല്ലേ. അല്ല, ക്രിയേറ്റിവിറ്റിക്കാണ് സമ്മാനം. അത് വെച്ച് നോക്കുമ്പോ ബാക്കി എല്ലാവരും പെയിന്റ് ചെയ്യുമ്പോ പെയിന്റ് ചെയ്യാതെ ആ മുട്ടയിൽ തന്നെ ക്രിയേറ്റിവിറ്റി. അതെന്താന്നറിയോ, ബാക്കി എല്ലാവരും ടൈം എടുത്ത് അവരുടെ മൈൻഡിലുള്ളത് ചെയ്തു. ചേച്ചിക്ക് മൈൻഡ് എടുക്കാൻ പറ്റത്തില്ല. ഇല്ലില്ല, ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്നേ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനിയിപ്പോ അങ്ങനെ നിങ്ങളൊരു പക്ഷപാതം പറയും എന്നുള്ളത് കൊണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ വേണമെങ്കിൽ വേണ്ട, ബെസ്റ്റ് മതി. ആ ശരി, ഞാൻ എന്റെ ഭാര്യനെ മാറ്റി വെച്ച് നോക്കുമ്പോൾ ഞാൻ ആനിന് കൊടുക്കുന്നു. നിങ്ങളുടെ ടീമിന് ഇപ്പൊ ബേസിൽ ഫാമിലി കേട്ടി. ഇപ്പം നിങ്ങൾ ഞങ്ങൾക്കൊരു ടാസ്ക് തന്നു, അത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങളൊക്കെ ജയിച്ചു. അവർ ഫസ്റ്റ് അടിച്ചിട്ട് പോയി. ഇനി എനിക്കൊരു ടാസ്ക് തരാനുണ്ട് നിങ്ങൾക്ക്. ആ ടാസ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വിപുലീകരിച്ച് പറയാം, അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ട് പറയാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ആൻസർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ശരി, എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം തന്നിരിക്കണം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. അപ്പൊ എനിക്കും ക്വസ്റ്റ്യൻ ചോദിക്കണം തോന്നിയാലോ? ചോദിക്കണം. അപ്പൊ ഞങ്ങളും ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ചോദിക്കാവോ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ അറിയാൻ പറ്റുമല്ലോ എല്ലാവരും. ശരി ശരി. പറയാത്തതും അറിയാവുന്നതുമായ കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ചോദിക്കരുത്. അതൊന്നും പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ആൻസർ പറയാം. ശരി, അപ്പൊ ഞാൻ തുടങ്ങട്ടെ. അപ്പൊ എനിക്ക് ഫസ്റ്റ് നെറുക്കെടുപ്പ് വീണിരിക്കുന്നത് അനന്തുവിനാണ്. അടിപൊളി. അനന്തുവിന്റെ സീരിയലിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ടൈം ഞാൻ സീരിയൽ എൻട്രി ചെയ്യുന്നത് ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം നമ്മുടെ ഈ കോളേജ് ബേസ് ആയിട്ട് ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് ഈ ക്ലാസ്സിലൊന്നും പോയില്ലായിരുന്നു. സ്വാഭാവികം. നമ്മൾ മെയിനായിട്ട് ഞാൻ ഈ ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ കണ്ടിട്ടാണ് ബാംഗ്ലൂർ പോയത്. പക്ഷെ ആ സിനിമയെ കണ്ട ഒരു സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് ആക്സിഡൻ്റലി ഒരു സംഭവം നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് ഡയറക്റ്റ് ചെയ്തത്. അങ്ങനെ അത് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ വന്ന് വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വന്നു. വെറുതെ ഇരിക്കുന്നവർക്ക് കിട്ടുന്ന പരിപാടിയാണോ? ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് വിളിച്ചു. അത് കണ്ടിട്ട് വിളിച്ചാണ്. അപ്പൊ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല. ഷോർട്ട് ഫിലിമിന്റെ പേരെന്താ? അത് പേര് എനിക്ക് ഇപ്പോഴും അറിയില്ല. അപ്പൊ ഇതൊക്കെ ഓക്കെയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു പ്ലാൻ? പഠിച്ചു കഴിഞ്ഞിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് എന്തായിരുന്നു? പഠിച്ചു കഴിഞ്ഞിട്ട് കാനഡയ്ക്ക് പോകാനായിട്ട് IELTS ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അഭിനയിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ തോന്നുന്നുണ്ടോ ഇതാണോ വേണ്ടത്, അത് അങ്ങോട്ട് പോവായിരുന്നോ, എന്തായിരുന്നു തോന്നുന്നു? ഇടയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ ഈ വീട്ടിലൊക്കെ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ കസിൻസും കാര്യങ്ങളെല്ലാവരും പുറത്താണ്. നമ്മൾ മാത്രം ഒരു ഓടുവണ്ണ് പോലെ ഇങ്ങനെ ചർച്ചാ വിഷയമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പോയാൽ മതിയായിരുന്നു. പിന്നെ തിരിച്ച് നമ്മൾ പിറ്റേന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് മതി എന്ന് തോന്നും. നീ ഇപ്പൊ നന്നായി എൻജോയ് ചെയ്തിട്ടാണോ ഇപ്പൊ ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്നത്? ഉറപ്പായിട്ടും ഹാപ്പി ആയിട്ടാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും മതിയോ? നമ്മുടെ ഒരു സന്തോഷമാണല്ലോ. ഹാപ്പിനെസ്സിനല്ലേ നമ്മൾ മെയിൻ വാല്യൂ കൊടുക്കുക. മറ്റേതാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരുടെയും ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ അവിടെ പോയി
അവിടെ ജോലി നമുക്കൊരു ഹാപ്പിനെസ് ഇല്ലാണ്ട് നമ്മള് നോർമൽ ലൈഫുകൾ ഇതിപ്പോ നമുക്ക് ഒരു സന്തോഷം എല്ലാവരും അങ്ങനെ അടിപൊളിയാണ്. ഇനി നോബി നിനക്ക് ആരാ ചോദിക്കാനുള്ള ചോദിക്കും? എനിക്കിതേ ബ്രോയോട് ആ സൂപ്പർ. എന്താണോ ബ്രോയോടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഈ സ്റ്റെബിയുടെ 3 അർജന്റ് ആയിട്ട് മാറ്റേണ്ട ദുശീലങ്ങൾ ഏതൊക്കെയാണുള്ളത്? നിങ്ങൾ ഇച്ചിരി മുമ്പൊക്കെ ഈ മുട്ടയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സൂപ്പീരായിരുന്നല്ലോ. അപ്പം ഈ സൂപ്പീര് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള ദുശീലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും അറിയണമല്ലോ. നല്ല സുഖിപ്പിച്ച് പറയണം. നീ ശരിക്കും ഈസ്റ്റർ ആഘോഷിക്കാനാണ്, കുടുംബം തൊലയ്ക്കാനല്ല. കുടുംബം കലക്കാൻ പോകുന്നു. ഇന്ന് നിങ്ങളെ കൊണ്ട് ഉള്ളിയുടെ തൊലി ഞങ്ങൾ പൊളിപ്പിക്കും. കഴിഞ്ഞാൽ എനിക്ക് വീടാണ് പോണേ. അഭിനയിക്കണം, ഭാവന മുന്നോട്ട് പോണം, ഓർക്കണം. ദുശീലങ്ങൾ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ പറയാം. ഈസ്റ്റർ ആയിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ പറയാം. നല്ലത് എപ്പോഴും പറയുന്നല്ലേ അല്ലേ? ചിലപ്പോ ഇതുകൊണ്ടായിരിക്കും സ്റ്റെഫി അത് മനസ്സിലാക്കുന്നത് എനിക്ക് ഇത്രയൊക്കെ ദുശീലങ്ങൾ ഉണ്ടെന്നുള്ളത്. ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്ക് ചേട്ടാ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങനെ വേണ്ട. എനിക്ക് ഒരു കാര്യം തോന്നിയിരിക്കണത് ഇമോഷണലി പെട്ടെന്ന് ഡൗൺ ആവും. ശരിക്കും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും, പക്ഷെ പെട്ടെന്ന് ഡൗൺ ആവും. ഡൗൺ ആയാൽ പിന്നെ പിക്കപ്പ് ചെയ്ത് വരാൻ കുറച്ച് സമയമുണ്ട്. ഒന്ന് പതിയെ പിന്നെ ഒരു താളത്തിലേ വരുള്ളൂ, പെട്ടെന്ന് കയറി വരില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയാണോന്ന് അറിയില്ല. ഒന്ന് വേഗം പറ. എനിക്ക് അതാണ് മെയിൻ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതേ ഉള്ളൂ. പിന്നെ ചില സമയങ്ങളിൽ അത് മൂഡ് പോലെ ഇരിക്കും, ചില സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരും. അത് ഓരോ ആൾക്കാർ. ഇപ്പൊ ബ്രോയ്ക്ക് 5 വർഷത്തേക്ക് ഇപ്പൊ ഒരു ഫുഡ് മാത്രമേ കഴിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഏത് ഫുഡ് ബ്രോ സെലക്ട് ചെയ്യും? ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള എന്ത് ഫുഡാണോ അത് ഞാൻ അല്ല അങ്ങനെയല്ല, നല്ലൊരു ഇപ്പൊ ഞാൻ പറയാം ബിരിയാണി, കപ്പ, ചോറ്, ചപ്പാത്തി, ചിക്കൻ സാധനങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ 5 കൊല്ലം കഴിച്ചു കഴിഞ്ഞാൽ 5 കൊല്ലം എത്തില്ല നീ. അല്ല എന്നാലും അത് ഉള്ളെങ്കിലും ബ്രോ ഏത് സെലക്ട് ചെയ്യും? അതായത് എത്ര നാൾ കഴിച്ചാലും ബോർ അടിക്കാത്ത ഒരു ഫുഡ് അതാണെന്ന് തോന്നുന്നു മെയിൻ ചെയ്തത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കപ്പയും മീൻ കറിയും പറയും. എന്റെ ബ്രോ ഞാനും ഞാൻ ശരിക്കും ഉണ്ടല്ലോ ഒരു അടുപ്പിച്ചൊരു 5-6 ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ ഞാൻ കപ്പ കഴിച്ചിട്ടുണ്ട്. അവസാനം പപ്പ എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ പുറത്ത് ജോലിക്ക് ഫുൾ ടൈം കപ്പ കഴിക്കല് തന്നെ. കപ്പ, ബീഫ്, മീൻകറി ഇത് തന്നെ. എനിക്ക് ആണെങ്കിലും അങ്ങനെയാണ്. ഇനി ഞാൻ ചോദിക്കുന്ന ആരതിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, 3 അൺഅവോയ്ഡബിൾ മേക്കപ്പ് പ്രോഡക്ട്സ് എന്താണ്? ഒഴിവാക്കാൻ ഫസ്റ്റ് ലിപ്സ്റ്റിക്, സെക്കൻഡ് ഐബ്രോ. കാരണം ഞാൻ പുറത്തുനിന്നുള്ള ഒരു ഐബ്രോ പ്രോഡക്ട്സ് യൂസ് ചെയ്യില്ല. ഞാൻ എൻ്റെ ചേച്ചിയുടെ മധുരയിൽ ഉണ്ടാക്കുന്ന കൺമഷി കൊണ്ടാണ് ഐബ്രോ എഴുതുന്നത്. അതെനിക്ക് മസ്റ്റാണ്, അത് ഞാൻ ഒഴിവാക്കത്തില്ല. പിന്നെ മസ്കാര, ഇത് 3ഉം പിന്നെ സൺസ്ക്രീൻ. 3 പറ്റുള്ളൂ. ലിപ്സ്റ്റിക്, ഐബ്രോ. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സീരിയൽസിലാണെങ്കിലും ആരതി ചെയ്യുന്നതിന്റെ എല്ലാം ഓർണമെന്റ്സ് ആണെങ്കിലും ഡ്രസ് ആണെങ്കിലും എല്ലാം യുണീക്ക് ആണ്. നമ്മളിപ്പോ സാധാരണ കാണുന്ന ടെമ്പിൾ കളക്ഷനോ അല്ലെ ആന്റിക്കോ ഒന്നും അല്ല. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ചുകൂടി വെസ്റ്റേൺ ആയിട്ടൊക്കെ ഉള്ള ഇതൊക്കെ ഇപ്പൊ എവിടുന്ന് ഷോപ്പ് ചെയ്യണേ? ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരു 14 വർഷമാവുന്നു എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനൊരു ഹീറോയിലോട്ട് കയറിയിട്ടില്ല. അതേസമയം ഹീറോയിൻ്റെ സിസ്റ്ററായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആസ് വിഷ്വൽ ഇത്രയ്ക്കുള്ള ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അന്ന് മുതലേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നായികയിലോട്ട് എത്താനല്ല, എനിക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള ക്യാരക്ടർ കിട്ടണം എന്നുള്ളത്. അതൊരു പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചിന്തിക്കാനുള്ള ബോധം എനിക്ക് അന്നില്ല. നായികയാണെന്നല്ല, കിട്ടണം എന്നാണ്. പതിയെ നമ്മൾ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നാടൻ വേഷങ്ങളെ കിട്ടിക്കൊണ്ടിരുന്നത്. നാടൻ വേഷം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഒരേ റിയാക്ഷൻ, കരയുക, അമ്പലത്തിൽ പ്രാർത്ഥിക്കുക, ചെയ്ത് എനിക്ക് തന്നെ ഉള്ളിൽ എനിക്കൊരു കുറ്റബോധം തോന്നുന്നു. എനിക്ക് ഇങ്ങനെ പെർഫോമൻസ് ചെയ്യേണ്ട പറ്റില്ല, എനിക്ക് പ്രതികരിക്കണം, എനിക്ക് നന്നായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ക്യാരക്ടർ കിട്ടണം. അങ്ങനെ ഞാൻ ഒരു 1 ഇയർ ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ ഹൃദയവും ഞാൻ ടോട്ടലി ഡിഫറെൻറ്റ് ലുക്കിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പുറത്തു പോകുമ്പോൾ പ്രേക്ഷകരാണ്, നമ്മൾ ഇഷ്ടമുള്ള എല്ലാവരും വന്ന് നമ്മളോട് സംസാരിക്കുന്നപ്പോൾ എന്നോട് ആദ്യം ചോദിക്കുന്നതാ, ചേച്ചിയുടെ സാരി, ചേച്ചിയുടെ ജ്വൽസ്, ചേച്ചിയുടെ ഹെയർ സ്റ്റൈൽ, ചേച്ചിയുടെ മേക്കപ്പ്, ഇത് കേൾക്കുമുണ്ടല്ലോ എല്ലാത്തിനും സന്തോഷം. ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് അത് മാത്രം ഞാൻ പറയില്ല. ചേച്ചി ഞാൻ ഒരു സ്ഥലത്തുനിന്ന് മാത്രമല്ല പർച്ചേസ് ചെയ്യുന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണോ അതോ ബാംഗ്ലൂർ പോകുമ്പോൾ, ബാംഗ്ലൂർ ഇച്ചാൻ്റെ കൂടെ പോകുമ്പോൾ കാണുന്നത് നല്ലോക്ക് മേടിച്ചങ്ങ് വെക്കും. കൊച്ചി, ബാംഗ്ലൂർ, ഇത് റാൻഡം വിൻഡോ ഷോപ്പിംഗ് പോലെ അങ്ങനെ മേടിച്ചു വെക്കുന്നത്. ഇപ്പൊ ഞാൻ കയ്യിൽ ഇങ്ങനെ ഉണ്ടായിട്ട് പോയി മേടിച്ചു വെക്കുന്നതല്ല, പോകുമ്പോ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരും. കാറിലാണോ പോകുന്നത്? ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെയല്ല. ഭാവന സീരിയലില് ചേച്ചി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ അല്ലാതെ ആ സീരിയലില് വേറെ ഏതെങ്കിലും ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആരായിരിക്കും ചെയ്യുന്നത്? നമ്മളെല്ലാ ക്യാരക്ടറും എന്തായാലും വാച്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ അമ്മയുടെ ക്യാരക്ടർ ഇഷ്ടമാണ്.
രേഖ ചേച്ചി ചെയ്യുന്നു. ഗായത്രി. അപ്പോൾ ഒരു ചോദ്യങ്ങളുണ്ട്. ഈ ആക്ടിങ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആണല്ലോ, ഈ 2 പ്രൊഫഷൻ അല്ലായിരുന്നെങ്കിൽ വേറെ എന്തിലോട്ട് തിരിയുമായിരുന്നു എന്നുള്ളൊരു സംഭവം? വേറെ തിരിയുവാണെങ്കിൽ എയർ ഹോസ്റ്റസ്. എയർ ഹോസ്റ്റസ് പണ്ടേ താല്പര്യം അതായിരുന്നു എനിക്ക് ഇഷ്ടം. ഇതൊക്കെ വീട്ടുകാരെ നിർബന്ധം കൊണ്ട് വന്നതല്ലേ. അതിനു വേണ്ടി എന്തെങ്കിലും പ്രിപ്പറേഷൻസ്? അതായിരുന്നു എയിം ചെയ്തതും പഠിച്ചതും. വീട്ടുകാരിങ്ങനെ നിർബന്ധിച്ചോണ്ടിരിക്കുന്നു പോയി സീരിയൽ ചെയ്യും. ഞാൻ അഡ്വക്കേറ്റാ ഉദ്ദേശിച്ചത്. അതൊക്കെ അമ്മയുടെ ഇഷ്ടം കാരണമാണ് ഞാൻ വന്നത്. പിന്നെ സീരിയല് കോയിൻസിഡന്റലി ഇങ്ങനെ വന്നു. അതെങ്ങനെ വന്നു? ഞാൻ ഒരു പടം ചെയ്തു, കഥാവിശേഷം എന്ന് പറഞ്ഞ മൂവി ചെയ്തു ദിലീപേട്ടന്റെ.